കഴിഞ്ഞ ഓഗസ്റ്റ് ആദ്യം കുവൈറ്റിലുണ്ടായ മദ്യദുരന്തത്തിൽ ഇന്ത്യക്കാരുൾപ്പെടെ 23 പേർ മരിച്ച സംഭവം ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും. കുവൈറ്റിൽ ഹോട്ടൽ ബിസിനസ് നടത്തിയിരുന്ന ബംഗളൂരു സ്വദേശി സൂരജ് ലാമയും ദുരന്തത്തിൽപ്പെട്ട ആശുപത്രിയിലായതാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ബന്ധുക്കളെ പോലും അറിയിക്കാതെ അദ്ദേഹത്തെ കൊച്ചിയിലേക്ക് കയറ്റിവിടുന്നു. മദ്യദുരന്തത്തിന് പിന്നാലെ സ്വന്തം പേരുപോലും ഓർമ്മയില്ലാത്ത അവസ്ഥയിലായിരുന്നു ലാമ. കൊച്ചിയിലെത്തിയ അദ്ദേഹത്തെ തേടി കുടുംബം പലയിടങ്ങളിലും അന്വേഷിച്ചു. എന്നാൽ വിവരമൊന്നും കിട്ടിയില്ല. പോലീസ് തിരച്ചിൽ നടത്തിയിട്ടും ഫലമുണ്ടായില്ല. ഒടുവിൽ സൂരജ് ലാമയെന്ന് സംശയിക്കുന്നയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വിവരമാണ് പുറത്തു വന്നത്. കളമശ്ശേരി HMDക്ക് സമീപമുള്ള കുറ്റിക്കാട്ടിൽ ജീർണിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. എന്നാൽ മരിച്ചത് ലാമ തന്നെയാണോ എന്ന് കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ്. കഴിഞ്ഞ ഒക്ടോബർ 6-നാണ് സൂരജ് ലാമ കൊച്ചി എയർപോർട്ടിൽ വിമാനമിറങ്ങുന്നത്. കുവൈറ്റിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ഡീപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്ന ലാമയെ കൊച്ചി വിമാനത്താവളത്തിലാണ് ഇറക്കിയത്. മദ്യദുരന്തത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ട ലാമ എങ്ങോട്ടു പോയി എന്ന് പിന്നീട് ഒരു വിവരവും ഉണ്ടായില്ല. ലാമയുടെ മകൻ സാൻഡ്രൻ ലാമ കഴിഞ്ഞ 1.5 മാസമായി പോലീസ് സ്റ്റേഷനുകൾ കയറിയിറങ്ങുകയാണ്. ഹൈക്കോടതിയിൽ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി അനുസരിച്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചു വരികയായിരുന്നു. ഒക്ടോബർ 10-ന് HMDയുടെ സമീപത്തു നിന്നുള്ള CCTV ദൃശ്യങ്ങളിൽ ലാമയെ കണ്ടതായി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ലാമയുടേത് എന്ന് സംശയിക്കുന്ന മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ലാമയെ കാണാതാകുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളോട് സാമ്യമുള്ളതാണ് മൃതദേഹത്തിൽ കണ്ടെത്തിയ വസ്ത്രം. രൂപഭാവങ്ങളും ഏറെക്കുറെ ലാമയോട് സാദൃശ്യമുള്ളതിനാൽ മൃതദേഹം തിരിച്ചറിയുന്നതിനും DNA പരിശോധനയ്ക്കുമായി മകനോട് എത്താൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കുറഞ്ഞത് 1.5 മാസമെങ്കിലും പഴക്കമുണ്ട് മൃതദേഹത്തിന് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഓഗസ്റ്റ് ആദ്യമാണ് കുവൈറ്റിൽ മദ്യദുരന്തം ഉണ്ടായത്. ദുരന്തത്തിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ 23 പേർ മരിച്ചിരുന്നു. കുവൈറ്റിൽ ഹോട്ടൽ ബിസിനസ് നടത്തിയിരുന്ന സൂരജ് ലാമയും മദ്യദുരന്തത്തിൽ അകപ്പെട്ട് ആശുപത്രിയിലായവരിൽ ഒരാളാണ്. സൂരജ് ലാമ ദുരന്തത്തിൽ അകപ്പെട്ട വിവരം കുടുംബം ഏറെ വൈകിയാണ് അറിഞ്ഞത്. ഒക്ടോബർ 5-ന് ബന്ധുക്കളെപ്പോലും അറിയിക്കാതെ പരിചയക്കാർ പോലുമില്ലാത്ത കൊച്ചിയിലേക്ക് സൂരജ് ലാമയെ കയറ്റിവിടുകയായിരുന്നു. മദ്യദുരന്തത്തിന് പിന്നാലെ സ്വന്തം പേരുപോലും ഓർമ്മയില്ലാത്ത അവസ്ഥയിലായിരുന്നു ലാമ. ഒക്ടോബർ 6-ന് രാവിലെ മെട്രോ ഫീഡർ ബസ്സിൽ കയറി ആലുവ മെട്രോ സ്റ്റേഷൻ പരിസരത്ത് ലാമ എത്തിയതായി വിവരം ലഭിച്ചിരുന്നു. പിന്നീട് കളമശ്ശേരിയിൽ പലയിടത്തും കണ്ടതായി വിവരം ലഭിച്ചു. സൂരജ് ലാമയെ കൊച്ചിയിലേക്ക് കയറ്റിവിട്ടതായി ഒക്ടോബർ 7-ന് അറിഞ്ഞ കുടുംബം പിറ്റേന്ന് തന്നെ കൊച്ചിയിലെത്തി നെടുമ്പാശ്ശേരി പോലീസിൽ പരാതി നൽകി. ഇതിനിടെ 8-ന് തൃക്കാക്കരയിലെ ഒരു ഹൗസിംഗ് കോളനിയുടെ സമീപത്ത് അലഞ്ഞുതിരിയുന്ന ലാമയെ നാട്ടുകാർ കണ്ടെത്തി. തുടർന്ന് പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പിന്നീട് സൂരജ് ലാമയെ ഒരു ആംബുലൻസിൽ തനിച്ച് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. ഇവിടെ പ്രാഥമിക പരിശോധന നടത്തിയതിൻ്റെയും പിന്നീട് ആരും നോക്കാനില്ലാതെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിൻ്റെയും CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് കൈമാറിയിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല എന്ന് ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ മകൻ ആരോപിച്ചിരുന്നു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് ആലുവ DYSP TR രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ലാമയുടെ തിരോധാനം അന്വേഷിച്ചിരുന്നത്. ന്യൂസ് 18 കൊച്ചി.